സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുമെല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ്, ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത്. എന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനമൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വരുന്നതല്ല. സംസ്ഥാന സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സഖാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിപ്പോൾ ഓരോ ചർച്ചയും അക്കമിട്ട് നടത്തിയിട്ടുണ്ട്. ഇന്ന് വരാൻ പോകുന്ന ചർച്ച ഇങ്ങനെയൊക്കെയാണ്, അത് നിങ്ങളുടെ ഒരു ഭാവനയാണ്. പാർട്ടിക്കകത്ത് ചർച്ചയും സ്വയം വിമർശനവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിൻ്റെ അവസാന വാക്ക് നാളെ വൈകുന്നേരം മറുപടി പറയുന്നതോടുകൂടിയാണ് പൂർത്തിയാകുക. അതിനെ തുടർന്നാണ് പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുക. ഇല്ല, അങ്ങനെയുള്ളൊരു വിമർശനം വന്നില്ല. ഇല്ല, അല്ല, അത് അതിൻ്റെ വൈരുദ്ധ്യമൊന്നുമില്ല. അതിനെ ഫലപ്രദമായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതാണ്, കൂട്ടുമെന്നല്ല പറയുന്നത്. ഫലപ്രദമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെ സജീവമാക്കി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം ആരായുന്നതാണ്. അതെ, അതായത് ഗവൺമെന്റ് ഇതൊന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നടത്തിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പിന്തുണ നൽകുന്നവർക്ക് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഏത് അത് ഫീസ് വർദ്ധനമാരാന്ന് പറഞ്ഞോളൂ. അല്ല, ഫീസ് OPDക്ക് 5 2 രൂപ കൊടുക്കുന്നതിന് എന്താ വലിയ കുഴപ്പം? അതാണ് വലിയ വർധനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേന്ന് സമരമൊക്കെ പലതും നടത്തിയിട്ടുണ്ട്. ഇനിയും സമരം നടത്തിയാൽ പോരെ? നിങ്ങളെന്തിനാണ് ബേജാറാകുന്നത്? അമിതമായ രീതിയിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫീസും നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല.